ഞങ്ങൾ എന്താ അങ്ങനെ പെരുമ്പിലാവ് ബസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ പോസ്റ്റാക്കിയ ആളാണ് ഈ വരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഫ്രണ്ട്സ് ഡേ ഔട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് വിദ്യാലോകത്തേക്കാണ്, പെരുമ്പിലാവുള്ള വിദ്യാലോകത്തേക്ക്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം വിശന്ന് ഉച്ചയായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റിന് പോയി സ്ഥലം പിടിച്ചിട്ട് ഞങ്ങൾ ഫുഡിന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കുറ്റിച്ചിറ ബിരിയാണി, പിന്നെ ഒരു ചട്ടിച്ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ആംബിയൻസ്, നമുക്ക് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഐറ്റംസ്, നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ പെട്ടെന്ന് വന്നതിന് ശേഷം പിന്നെ അത് ചട്ടിച്ചോറ് കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ കഴിച്ചതിന് മുന്നേ ഇവർ ഫസ്റ്റ് ടൈമാണ് ചട്ടിച്ചോറ് കഴിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് അവരെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരു ചട്ടി നണ്ട കഴിച്ചത്. 3 പേര് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കഴിച്ചു. ബീഫ്, ചിക്കൻ, മീൻ കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരികൾ, മുട്ട, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് അത് ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് കുറേ സംസാരിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ ഡേ ഔട്ട് പോകുന്നത് നല്ലതായിട്ട്, അതൊന്ന് ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. ഭയങ്കര നമ്മൾ ഇത്രയും കാലം മെമ്മറീസും അതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട്, പിന്നെ ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും ഇപ്പം നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ ബിരിയാണി എടുത്തു. ബിരിയാണി കുറ്റിച്ചിറ ബിരിയാണി ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ചട്ടിച്ചോറിന് കിട്ടിയ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു കുഞ്ഞൊരു ഫിച്ചക്ക് ഞങ്ങൾ എടുത്തു. പിന്നെ ഇതാണ് അവിടുത്തെ ആംബിയൻസ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയിട്ട് കുറച്ച് വെയിലുണ്ടായിരുന്നു, വൈകുന്നേരം ആണെങ്കിൽ അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങൾ 2 ലൈം സോഡ ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ അത് കഴിച്ചിട്ടും കുറേ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്കുള്ള ബില്ല് വരുന്നത് ലൈം സോഡയുടെ. കണ്ടോ, ഞങ്ങൾ ബോധം പോയി. പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു.